നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന വിചാരം. പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം വളരെ കൺഫ്യൂഷനുള്ളൊരു വിഷയമായിട്ട് തന്നെയാണ് സഹസ്രാബ്ദങ്ങളായിട്ട് തുടരുന്ന വിഷയം തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര യഹോവയെ വിശേഷിപ്പിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇങ്ങനെ ഒരു സർവേശ്വരനെ കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഒരു പരിശുദ്ധൻ എന്നാണ്. ഇസ്രായേലിനെ യഹോവയെ വെളിപ്പെടുത്തുന്നത് ആവർത്തന പുസ്തകം 6:4 ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. പച്ച മലയാളത്തിൽ ഏകൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം. എന്നുപോലും ഗ്രഹിക്കാൻ കഴിയാത്ത ക്രൈസ്തവ മണ്ഡല ഉപദേഷ്ടാക്കന്മാർ. അപ്പം ദൈവം ഒരുവനേ ഉള്ളൂ എന്നാണ് പഴയ നിയമവും പറയുന്നത്. ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ. പഴയ നിയമകാലത്തെ വിശുദ്ധന്മാർ അവർ ദൈവത്തെ വിശ്വസിച്ചു നീതീകരണം പ്രാപിച്ചതായിട്ട് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ്. അപ്പോൾ ഈ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തത് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന സർവേശ്വരനെയാണോ ഏകദൈവത്തെയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉൽപ്പത്തി മുതൽ മലാഖിയുടെ പ്രവചനത്തിൻ്റെ അവസാന ഭാഗം വരെയും പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു സർവേശ്വരനെ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിതാവായ ദൈവം ഒറ്റയ്ക്ക് സർവശക്തനായിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കൂട്ടു വേണം. പിതാവായ ദൈവത്തിന് സർവശക്തനായിരിക്കാൻ കൂട്ടുവേണം. അതിന് 2 പേരെ കൂട്ടിയേർത്തു. ഒന്ന് പുത്രനെയാണ്, മൂന്നാമത്തെ ആൾ പരിശുദ്ധാത്മാവാണ്. പുതിയ നിയമത്തിലാണ് പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പഴയ നിയമത്തിൽ യഹോവയുടെ ആത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ ഫലമായി പ്രവാചകന്മാർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വളരെ അവ്യക്തമാണ്. യഹോവയുടെ ആത്മാവ് ശിംശോനിന്മേൽ വന്നു എന്നാണ്. അപ്പോൾ യഹോവയുടെ ആത്മാവും 2 പേരാണെങ്കിൽ ആരുടെ അധികാരത്തിലാണ് ശിംശോന്റെ മേൽ ഈ ആത്മാവ് വന്നത്? ആത്മാവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ശിംശോന്റെ മേൽ ആവസിച്ചത്, അതോ യഹോവ പറഞ്ഞു വിട്ടതാണോ എന്നുള്ള കാര്യം. അപ്പോൾ യഹോവ പരിശുദ്ധാത്മാവ് അയക്കുന്നു എന്നാണ്.
അപ്പോൾ യഹോവയുടെ അധികാരത്തിലുള്ള കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ ശക്തിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരാളുടെ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശക്തി, അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് അസ്തിത്വമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പം ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ ആ ആത്മാവിൻ്റെ ജനനം എന്നാണെന്ന് വേദപുസ്തകം പറയുന്നില്ല. ആ ആത്മാവിന് മറ്റൊരാളെ ആശ്രയിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ലെന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് മൂന്നാമത്തെ ദൈവം യേശുക്രിസ്തുവാണ്. പിതാവ്, പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തു. ഇത് മൂന്നും കൂടെ ചേർന്നെങ്കിലേ ദൈവം സർവശക്തനായിരിക്കാൻ പറ്റുള്ളൂ എന്ന ഇന്നത്തെ മതപണ്ഡിതന്മാരുടെ അഭിപ്രായം. ദൈവത്തിന് ഒറ്റയ്ക്കിരുന്നാൽ എന്താ, ശക്തിയില്ലേ? അല്ലെ, പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും ചേർന്നാൽ മാത്രമേ ദൈവം സർവശക്തനാകുന്നുള്ളൂ എന്നുള്ള കാര്യത്തിന് നമ്മൾ തന്നെ മറുപടി പറയേണ്ടി വരും. ഈ ഭാഷാണ്ട ഉപദേശങ്ങളെല്ലാം പറയുന്നത് വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ ആവർത്തനം 6-4 വാക്യങ്ങൾ പല പാസ്റ്റർമാരും പല പുരോഹിതന്മാരും വായിക്കുകയും ദൈവം ത്രിമൂർത്തികളിൽപ്പെട്ട ആളാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. പ്രാചീന കാലത്തെ വ്യാജമതങ്ങളിൽ നിന്നും വിജാതീയ ആശയങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ പരിശുദ്ധ തൃത്വമെന്ന പടുഘോഷത്വരം അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനും യഹോവയെക്കുറിച്ചോ യേശുക്രിസ്തുവിനെ കുറിച്ചോ കൃത്യമായ അറിവുണ്ടാകാൻ സാധ്യമല്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആരംഭത്തെക്കുറിച്ച് വേദപുസ്തകം ഒന്നും പറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ആരംഭത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ദൈവം സകലത്തിനും മുമ്പേ അനാദിയായി ഉള്ളവൻ. യേശുക്രിസ്തു ദൈവത്തിങ്കൽ നിന്ന് ജനിച്ചവനാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ പഴയ നിയമകാലങ്ങളിലൊന്നും പിതാവായ ദൈവത്തോടുകൂടെ തൃത്വത്തിൽ യേശു ഉൾപ്പെട്ടിരുന്നില്ലേ? പുതിയ നിയമ കാലത്താണ് തൃത്വം തലപൊക്കിയത്. അപ്പം അതിനു മുമ്പ് പിതാക്കന്മാരും രാജാക്കന്മാരും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ദൈവം അപൂർണനായിരുന്നോ? ഇതിനൊക്കെ ക്രൈസ്തവ മണ്ഡലം ഉത്തരം പറയേണ്ടി വരും. പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇപ്പം പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്ന് ആ പ്രയോഗത്തെ സാധൂകരിക്കാൻ ഒരു വാക്യം പോലും വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളതാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒരു വാക്യമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഏതാണെന്ന് കൃത്യമായ ഏക വചനത്തിൽ പറയുവാൻ ധൈര്യമുള്ള ഒരു ഉപദേഷ്ടാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല. 3 പേർക്കും ചേർന്നുള്ള ഏകനാമം. അപ്പസ്തോല പ്രവൃത്തിയിൽ അപ്പസ്തോലൻ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിക്കുക ചെയ്തത്. അപ്പോൾ ആ സ്നാനവും വിശ്വാസവും അപൂർണമായി തീർന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ 2 വിധത്തിൽ ഉള്ള വാക്യം വന്നു?
പഴയ കയ്യെഴുത്ത് പ്രതികളിലൊന്നും നമ്മൾ ആദ്യം പറഞ്ഞ വാക്കില്ലെന്നുള്ളതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നുള്ള വാക്യം. അങ്ങനെ 3 പേർക്കും ചേർന്നു ഏകനാമയില്ല. മൂന്ന് വ്യക്തികളല്ല, പരിശുദ്ധാത്മാവ് ശക്തിയാണ്. ഇങ്ങനെയുള്ള തിരിച്ചറിവുകളാണ് ഇനി ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കുണ്ടായി വരേണ്ടത്. 10,000 വർഷമായിട്ട് ഇതുവരെയും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെപ്പോലും തിരിച്ചറിയാതെ നാമധായ ക്രൈസ്തവ മാർഗങ്ങൾ വരുമാനത്തിനു വേണ്ടിയും സ്ഥാനത്തിനു വേണ്ടിയും ആൾബലം കൂട്ടുന്നതിനു വേണ്ടിയും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളെ പോഷ്കാക്കി പഠിപ്പിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം അറുതിയുടെ കാലത്തേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ വചനങ്ങളെ അറിയേണ്ടതിനുള്ള ദാഹം ഞാൻ ഭൂമിയിലേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ നിവൃത്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. റോമൻ കത്തോലിക്ക സഭ പടുത്തുവിടുന്ന പടുപോഷത്തരത്തിൽ ഒന്ന് ഇപ്പോൾ പോപ്പ് തിരുത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് യേശു ദൈവമാണോ ദൈവപുത്രനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഉത്തരം പോപ്പിനെ കൊണ്ട് തന്നെ ദൈവം പറയിക്കും എന്നുള്ളതാണ്. പോപ്പ് പറഞ്ഞെങ്കിലേ ലോകത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. ബൈബിള് പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അപ്പം ഈ യഹോവയെക്കുറിച്ചുള്ള അറിവ് പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും അത് യേശുക്രിസ്തുവിൽ കൂടെ കൂടുതൽ വ്യക്തമാകുന്ന വിധത്തിലാണ് വേദപുസ്തകത്തിൻ്റെ രചന എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യൻ്റെ സൃഷ്ടിയിൽ, ആദാമിൻ്റെ സൃഷ്ടിയിൽ യേശുക്രിസ്തുവും പിതാവായ ദൈവവും 2 വ്യക്തികൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക. അവിടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3ാമത്തെ സങ്കല്പ ദൈവം അതിനെ അവിടെ ഒഴിവാക്കി. കാരണം എന്താണെന്നറിയാൻ മേല. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഞങ്ങൾ അവരോടുകൂടെ വസിക്കുമെന്ന, അപ്പോസ്തലന്മാരോടുകൂടെ ഞങ്ങൾ വസിക്കും. ഞങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവവും യേശുക്രിസ്തുവുമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും സാമാന്യ ജ്ഞാനം കൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന ബൈബിൾ പറയും. യഹോവയെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും ഉപരിജ്ഞാനം ആവശ്യമായിരിക്കുന്നു എന്ന് ക്രൈസ്തവ മണ്ഡലത്തിലെ ഓരോ മത പണ്ഡിതന്മാരും മനസ്സിലാക്കുകയും തിരുവെഴുത്തുകളെ കൃത്യമായി പഠിച്ച് ഉത്തരം കണ്ടെത്തി മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാലം ഇപ്പോൾ ആസന്നമായിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിക്കും.